വഖഫ് ബോർഡിന് തിരിച്ചടി. നയപരമായ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് ഹൈക്കോടതി പറയുന്നു. ശ്യാം ദേവരാജ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്യാം, ഈ ബോർഡിന്റെ രൂപീകരണം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലാണ് ഇടക്കാല ഉത്തരവുണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല, മൂലധന ചെലവുകൾക്കും വിലക്കാണല്ലേ? അങ്ങനെ തന്നെയാണ് റോഷ്നി. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കാണ് നിയന്ത്രണം ഹൈക്കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേസ് ഈ വഖഫ് ബോർഡ് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിരിക്കും എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച വഖഫ് ബോർഡ് രൂപീകരണം നിയമപ്രകാരമല്ലെന്ന് ഹൈക്കോടതി പ്രാഥമികമായി നിരീക്ഷിക്കുന്നുണ്ട്. കോടതിയുടെ അനുമതിയില്ലാതെ തീരുമാനങ്ങൾ എടുക്കരുത് എന്ന ഉത്തരവ് കൂടി ഹൈക്കോടതി നൽകുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നയപരമായ തീരുമാനങ്ങൾ എടുക്കരുത് എന്നതാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വഖഫ് ബോർഡിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ബോർഡിന്റെ രൂപീകരണം നിയമാനുസൃതമല്ല എന്ന് ആരോപിച്ച് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഈ ഇടക്കാല ഉത്തരവ്. മാത്രമല്ല, പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനും മൂലധന ചെലവുകൾ എടുക്കുന്നതിനും ഹൈക്കോടതിയുടെ വിലക്കുമുണ്ട്. സംസ്ഥാന സർക്കാരും ഈ വഖഫ് ബോർഡിന്റെ രൂപീകരണം ഭരണഘടനാനുസൃതമല്ല, അതായത് 1995 വഖഫ് ബോർഡിന് അനുസൃതമായല്ല, ആ നിയമത്തിന് അനുസൃതമായല്ല ഇതിന്റെ രൂപീകരണം, വഖഫ് ബോർഡിന്റെ രൂപീകരണം എന്ന കാര്യം സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഷോൺ ജോർജ് സംബന്ധിച്ച നൽകിയ പൊതുതാൽപര്യ ഹർജിയിലും ഇതേ ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, വഖഫ് ബോർഡിന്റെ ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഏറ്റവും സുപ്രധാനമായ നടപടി. വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിൽ വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ സംസ്ഥാന വഖഫ് വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിക്ക് ഭരണപരമായ താൽക്കാലിക ചുമതലയാണ് കോടതി കൈമാറിയിട്ടുള്ളത്. ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ വഖഫ് ബോർഡിന്റെ നിലവിലെ പ്രവർത്തനം ഭരണഘടനാ വിരുദ്ധമാണ്. മാത്രമല്ല, ഇതിൽ മുസ്ലിം ഇതര മതവിഭാഗത്തിൽ നിന്നുള്ള 2 പേരെ കൂടി ഉൾപ്പെടുത്തണം എന്നായിരുന്നു വഖഫ് നിയമത്തിൽ പറയുന്നത്. പക്ഷെ അത്തരം ഒരു കാര്യം ഉൾപ്പെടുത്താതെയാണ് മറ്റംഗങ്ങളെ നിയമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരണം നിയമവിരുദ്ധമാണെന്നായിരുന്നു ആക്ഷേപം. വിശദാംശങ്ങൾ നൽകുന്നത്.